ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സോ ബ്രേക്കിനെ കുറിച്ച് നേരത്തെ പഠിച്ചു. സോ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പരിശോധിക്കാം. സോ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് ലിറ്റിൽ ബിറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു കീവേഡാണെന്ത്? കണ്ടിന്യൂ. സോ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം. സോ സ്റ്റാർട്ട് ടർബോ C++. ഞാൻ ഓൾറെഡി പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഒരു ഡു വൈൽ ലൂപ്പാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടിന്യൂ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആഷ് ഇൻക്ലൂഡ് stdio.h, ആഷ് ഇൻക്ലൂഡ് conio.h. രണ്ട് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ദെൻ വോയിഡ് മെയിൻ ലൂപ്പിൽ int num equal to 1. സോ നം എന്ന വാരിയബിൾ ഇൻറ്റിജർ വാരിയബിളാണ്. ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 1 എന്ന വാല്യൂ വെച്ചാണ്. ദെൻ CLR/SCR ഔട്ട്പുട്ട് സ്ക്രീനിനെ ക്ലിയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് CLR/SCR എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. ആൻഡ് CLR/SCR എന്ന ഫംഗ്ഷൻ കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന ലൈബ്രറിയിൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ദെൻ ഡു. സോ ഡു വൈ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഹിയർ ഡു ഇഫ് num equal to 6 or num equal to 8. സോ ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഓറിനെ ഇഫ് എന്ന ലൂപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇഫ് നം ഈക്വൽ ടു 6 ഓർ നം ഈക്വൽ ടു 8. സോ നം എന്ന വാരിയബിൾ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ 6 അല്ലെങ്കിൽ 8 വരുന്ന കേസിൽ നം ++ കണ്ടിന്യൂ. സോ നമ്പർ 6 അല്ലെങ്കിൽ 8 വരുന്ന കേസിൽ ആ നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യുകയും കണ്ടിന്യൂ എന്ന കീവേഡ് കൊടുക്കുകയാണ് ചെയ്തത്. ദെൻ പ്രിൻ്റ് എഫ്, ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ക്ലോസ് ചെയ്തു. ദെൻ പ്രിൻ്റ് എഫ് %d ഈസ് അവൈലബിൾ /n നം. സോ %d ഈസ് അവൈലബിൾ, %dയുടെ പ്ലേസ് ഹോൾഡർ ആയിട്ട് വരുന്നത് നമ്പറാണ്. സോ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ എന്നുള്ളത് 1 ആണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. സോ 1 ഈസ് അവൈലബിൾ എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത്. ദെൻ 1++ ചെയ്യുന്നു, അപ്പോൾ 2 വാല്യൂ കിട്ടുന്നത്. ദെൻ വൈ ലൂപ്പിൽ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് നമ്പർ <10 എന്നാണ്. സോ 1 to 10 പ്രിൻ്റ് ചെയ്യണം ആസ് 1 ഈസ് അവൈലബിൾ, ദെൻ /n 2 ഈസ് അവൈലബിൾ, /n 3 ഈസ് അവൈലബിൾ, അപ് ടു 10 ഈസ് അവൈലബിൾ എന്നാണ് ഡു വൈ ലൂപ്പ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. സോ അതിനിടയിൽ സം കണ്ടീഷൻസ് യൂസിങ് ഇഫ് ആൻഡ് കണ്ടിന്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കാം? 6 എന്ന വാല്യൂ വരാം, 7 വരാം, 8 വരാം, 9 വരാം, 10 വരാം. ഓക്കെ, ഹിയർ നമ്പർ 6 വരുന്നൊരു കേസിൽ ഇഫ് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുകയും ഇഫ് ലൂപ്പിൽ എന്താണ് പറയുന്നത്, ഓർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്, നമ്പർ ++ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ 6 എന്ന നമ്പർ വരുന്ന സമയത്ത് ഇഫ് എന്ന കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? നമ്പർ ++ ചെയ്യുന്നു. സോ 7 എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ കണ്ടിന്യൂ. സോ കണ്ടിന്യൂ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രിൻ്റ് എഫ് എന്ന ഫംഗ്ഷനാണ് വരുന്നത്. പ്രിൻ്റ് എഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ 6 എന്ന നമ്പർ പ്രിൻ്റ് ചെയ്യപ്പെടുന്നില്ല, അതിന് പകരം 7 എന്ന നമ്പറാണ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. സോ ഹിയർ നമ്മുടെ കണ്ടിന്യൂ എന്ന് പറയുന്നത് ബ്രേക്കിനെ പോലെ എൻറ്റയർ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഹിയർ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്കിനെ പോലെ എൻറ്റയർ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുകയല്ല ഉണ്ടായത്, മറിച്ച് നമുക്ക് ഏതൊക്കെയാണോ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത് മാത്രം ഇഫ് ലൂപ്പിൽ കൊടുത്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ വിളിച്ചു. സോ ഇത് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ റൺ ചെയ്യാം. ഹിയർ 1 ഈസ് അവൈലബിൾ, 2 ഈസ് അവൈലബിൾ, 3 ഈസ് അവൈലബിൾ, 4 ഈസ് അവൈലബിൾ, 5 ഈസ് അവൈലബിൾ. ദെൻ 6 വരുന്ന സമയത്ത് ഇഫ് ലൂപ്പിലുള്ള നം ++ ചെയ്തുകൊണ്ടുള്ള കണ്ടിന്യൂവിലേക്കാണ് പോയത്. സോ 6 ഈസ് അവൈലബിൾ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടില്ല. ദെൻ 7 ഈസ് അവൈലബിൾ. ദെൻ 8 വരുന്ന സമയത്ത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണ്, കാരണം നം ഈക്വൽ ടു 6 ഓർ നം ഈക്വൽ ടു 8 എന്നാണ് കൊടുത്തത്. സോ ട്രൂ ആവുന്ന കേസിൽ വീണ്ടും നം ++ ചെയ്യുന്നു. സോ 9 ആണ് വാല്യൂ വന്നത്. ദെൻ കണ്ടിന്യൂ. സോ പ്രിൻ്റ് ഓഫ് 9 ഈസ് അവൈലബിൾ എന്നാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ 10 ഈസ് അവൈലബിൾ.
സോ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൺസ് മോർ, ഡു എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് നം ഈക്വൽ ടു 6 ഓർ നം ഈക്വൽ ടു 8 ആവുന്ന കേസിൽ നം ++ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ വിളിച്ചു. ദെൻ അവിടെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ആയിരുന്നു വിളിച്ചതെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ബ്രേക്ക് ആണ് വിളിച്ചതെങ്കിൽ 0 എറേഴ്സ് റൺ ചെയ്യാം. ഹിയർ 1 is available, 2 is available, 3 is available, 4 is available and 5 is available. സോ എന്താണ് സംഭവിച്ചത്? 5 അവൈലബിൾ എന്ന് പ്രിൻ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് 6 ആയി മാറി നം ++ ചെയ്തപ്പോൾ. സോ ഇഫ് നം ഈക്വൽ ടു 6 ഓർ നം ഈക്വൽ ടു 8 എന്ന കണ്ടീഷൻ ട്രൂ ആയി കിട്ടി. സോ ആ ഒരു കേസിൽ നമ്മൾ ++ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാനാണ് പറയുന്നത്. സോ ഡു വൈൽ ലൂപ്പ് തന്നെ ബ്രേക്ക് ചെയ്യാണ് ഇവിടെ സംഭവിച്ചത്. സോ കണ്ടിന്യൂവും ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കണ്ടിന്യൂ ആയിരുന്നെങ്കിൽ 6ഉം 8ഉം ആ ഒരു നമ്പർ മാത്രമേ നമുക്ക് പ്രിൻ്റ് ചെയ്യാതെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ നമ്പേഴ്സും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ബ്രേക്ക് ആണെങ്കിൽ എൻറ്റയർ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാണ് ചെയ്തത്. സോ ഇത്രയാണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. സോ വളരെ ഫെമിലിയർ ആയിട്ട് ഓർ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബ്രേക്കും കണ്ടിന്യൂവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കണ്ടിന്യൂ.